അങ്ങനെ ദ ഫ്യൂരിയസ് മൂവി കണ്ടു. ഇംഗ്ലീഷ് ഒരു ഹോങ്കോങ് ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. എൻ്റെ മോനെ എജ്ജാതി പടമെന്നറിയോ. ഞാൻ റെയ്ഡ് സിനിമയ്ക്കൊക്കെ ശേഷം ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ്, അത് ആക്ഷൻ സീക്വൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിര സിനിമകളിൽ കാണുന്ന ഒരു ടൈപ്പ് ആക്ഷൻസേ അല്ല. കുറേ വെറൈറ്റികൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. ആ ഒരു ഫൈറ്റ് സീൻസിനും കാര്യങ്ങൾക്കും ആക്ഷൻ സീക്വൻസിനും എല്ലാം ഒരു പക്ക ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു സിനിമയ്ക്കകത്ത്. ഒരു മകളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു അച്ഛൻ നടത്തുന്ന ഒരു പോരാട്ടമാണ്. കുറച്ച് ആൾക്കാർ അവരുടെ മകളെ തട്ടിക്കൊണ്ടു പോകും. പിന്നെ വേറെ ആളുണ്ട്, വേറെ ആളുടെ ഭാര്യയെ കാണാതാവും. അങ്ങനെ അവരുടെ അന്വേഷണവും കാര്യങ്ങളും ചെന്ന് നിൽക്കുന്ന സ്ഥലവും തുടക്കം തൊട്ട് ടു ദ എൻഡ് വരെ ഒരു അഡ്രിനാലിൻ റഷ്, അമ്മാതിരി ഫൈറ്റ് സീൻസും കാര്യങ്ങളും അടിപൊളി ഒരു പരിപാടിയാണ് അവന്മാർ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ തുടക്കം ഒരു കുറച്ച് കഴിയുമ്പോൾ തന്നെ തുടങ്ങുന്ന ഒരു ഫൈറ്റാണ്. അത് പിന്നെ അങ്ങ് ടു ദ എൻഡ് ഇങ്ങനെ അങ്ങ് ഫൈറ്റ് 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 എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇൻറ്റൻസ് ഫൈറ്റ്. ഫൈറ്റ് എന്ന് മാത്രമല്ല, മെയിൻലി പറഞ്ഞിട്ടുണ്ട് കൊച്ചു പിള്ളേരെ ഇരുന്ന് ഈ സിനിമ കാണല് പറ്റും. 18+ ആയിട്ടുള്ളൊരു പക്ക ഒരു എ സർട്ടിഫിക്കറ്റ് മൂവിയാണെന്നാണ് തോന്നുന്നത്. എ സർട്ടിഫിക്കറ്റ് ആണെന്നാണ് തോന്നുന്നത്. ബട്ട് സിനിമ എൻ്റെ അതിൽ പക്ക എ സർട്ടിഫിക്കറ്റ് മൂവിയാണ്. കാരണം അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള നല്ല ബ്ലഡ് ഡിഷ് പരിപാടികളും നല്ല വയലൻസും പരിപാടികളും എല്ലാ സിനിമയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ മാത്രം ഈ സിനിമ കാണുക. കിടിലം പരിപാടിയാണ് അവന്മാർ ചെയ്തിട്ടുള്ളത്. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോനെ കിടിലം ഫൈറ്റ്, ഒരു രക്ഷയില്ല. നിങ്ങൾ ഇരുന്നിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇൻറ്റൻസിൽ കണ്ട് നമ്മളൊരു വാവ് ഫാക്ടർ എടുത്തൊരു സംഭവം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് അതിൽ കൊട്ടിട്ടുണ്ട്. എനിക്ക് ആ ഒരു സംഭവം കിട്ടി. അത് ലാസ്റ്റൊക്കെ എത്തുമ്പോൾ ഒരു കുറേ ആൾക്കാരെ കൂടെ ഇവർ ഫൈറ്റ് ചെയ്തൊരു സീനുണ്ട്. ഇവർ കുറേ ആൾക്കാരെ കൂടെ ഇവർ രണ്ടുപേരും ഇന്ന് ഫൈറ്റ് ചെയ്യണം. എൻ്റെ പൊന്നോ, അത് ഭയങ്കര കൺവിൻസിങ് ആയിട്ട്. അത് നമ്മൾ ആലോചിക്കും ഇത്ര ആൾക്കാർ വരും, പക്ഷെ നമുക്കവിടെ അറിയാം അവരത് അടിച്ച് നിൽക്കും. ആ കണക്കുള്ളൊരു ഇമ്പാക്റ്റ് തുടക്കം തൊട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ സിനിമയിൽ അവരൊരു ക്യാരക്ടേഴ്സിൽ നിന്ന്. അമ്മാതിരി ഫൈറ്റ് സീൻ ഇങ്ങനെ അങ്ങ് ചറ പറ 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 അടി 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 അടി, പ്രത്യേകിച്ചൊന്നുമില്ല, അടിയുടെ ഒരു മേളം. അങ്ങനെ പക്ക ഇന്റൻസ് ആക്ഷൻ സീക്വൻസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തൊരു സിനിമ കാണുക. സിനിമ ഞാൻ പേരോട്ടല്ല, ഫ്യൂരിയസ് എന്നാണ് സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തത്. ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ സിനിമ കണ്ടില്ല. അതിനുശേഷം ഞാൻ വേറെ സിനിമയ്ക്ക് കയറി. അങ്ങനെ ആ സിനിമ പിന്നെ ക്യാൻസൽ ആക്കിയിട്ട് ആ ടൈമിൽ വേറൊരു സിനിമയ്ക്ക് വേറൊരു തിയേറ്ററിൽ കയറി. അങ്ങനെ എനിക്ക് കാണാൻ പറ്റാതെ പോയത്. പക്ഷെ എനിക്ക് ഭയങ്കര മിസ്സിങ് തോന്നി സിനിമ കണ്ടപ്പോൾ. തിയേറ്ററിൽ ആകുമ്പോൾ അത്രയും ഒരു ഇമ്പാക്റ്റ് ചെയ്യേണ്ട സാധനമായിരുന്നു. ഞാൻ ഒറ്റിട്ടില്ല കണ്ട, പക്ഷെ കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷേ എൻ്റെ മോനെ കിണ്ണ കാച്ചിയ പടം, നല്ലൊരു അഡ റൈറ്റോ എന്നൊക്കെ പറയൂല, അമ്മ അതിലൊരു പടം, ഒരു രക്ഷയില്ല. ഇത് സിനിമ നമ്മുടെ OTT പ്ലാറ്റ്ഫോം ഏതാണെന്ന് എനിക്കറിയില്ല. ടെലിഗ്രാമിൽ അവൈലബിൾ ആണ്. OTT പ്ലാറ്റ്ഫോം ഏതിലാണെന്ന് ഞാൻ മറന്നുപോയി. ആപ്പിൾ TV-യിലോ അങ്ങനെ എന്തോ ആണ് ഇത് സ്ട്രീമിങ് ചെയ്യുന്നത്. എന്താണ് അല്ല, പ്രൈം വീഡിയോയിലാണ്, പ്രൈം വീഡിയോയിലാണ് സ്ട്രീമിങ് ചെയ്യുന്നത്. ഒന്ന് പോയി കണ്ടു നോക്കുക സിനിമ. കിടിലം പടം, ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും മിസ്സാക്കുക, സിനിമ പോയി കണ്ടോ. വെർത്ത് വാച്ച് എന്ന് പറഞ്ഞാൽ വെർത്ത് വാച്ച്. ഓക്കെ, ബൈ.